എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നെല്ലിക്ക റെസിപ്പി ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നെല്ലിക്ക കൊണ്ടുള്ള ഒരു ഹലുവ, അല്ലെങ്കിൽ നെല്ലിക്ക വരട്ടിയത്, അല്ലെങ്കിൽ നെല്ലിക്ക ജാം, അങ്ങനെ എന്തെങ്കിലും പേര് പറയാം നമുക്കതിന്. ഞാൻ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ പെട്ടെന്ന് അതിന് വേണ്ട സാധനങ്ങൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല. അതായത് കരുപ്പെട്ടി ശർക്കര, പിന്നെ കരുപ്പെട്ടി ചക്കര, പിന്നെ അയമോദകം, ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധാരണ ശർക്കരയും നെല്ലിക്കയും, പിന്നെ ജീരകം, പിന്നെ നെയ്യ്, ഇതൊക്കെ കൂടി ഏലക്ക, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നെല്ലിക്ക ജാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാം കേട്ടോ. ജാം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. നല്ലതാണ്, ഹെൽത്തിയാണ്. കണ്ണിനും ത്വക്കിനും ശരീരത്തിനും വയറിനും ഒക്കെ നല്ലതാണ് നെല്ലിക്ക, അല്ലേ? അപ്പോൾ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകിച്ച് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് നെല്ലിക്ക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാനായിട്ട് അയമോദകം, അതുപോലെ കരിപ്പെട്ടിയൊക്കെ വേണം. അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നെല്ലിക്ക കൊണ്ട് വേറൊരു നെല്ലിക്ക ജാം, അല്ലെങ്കിൽ നെല്ലിക്ക വരട്ടിയത്, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം FBയിലുള്ളൊരു സുഹൃത്ത് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നെല്ലിക്ക ആദ്യം ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. അതിന് ശേഷം അതിനെ കുരുവിൽ നിന്ന് അത് വേർപ്പെടുത്തിയിട്ട് നമ്മൾ ആവി കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കുരുവിൽ നിന്ന് വേർപെട്ട് പോരുമല്ലോ. അപ്പോൾ നമ്മൾ ആവി കയറ്റിയിട്ട് നോക്കുക, അത് പെട്ടെന്ന് പോരാറായോ നോക്കി കഴിഞ്ഞാൽ അറിയാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുരുവിൽ നിന്നും വേർപ്പെടുത്തി നെല്ലിക്ക മാത്രം എടുത്തിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. അടുത്തത് ശർക്കരപ്പാനി തയ്യാറാക്കുക. പിന്നീട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഞാൻ ഇട്ടു. ഇതെനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ, ഈ നോൺ സ്റ്റിക്ക് പാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയും പിന്നെ ശർക്കരപ്പാനിയും കൂടിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ അടുപ്പത്ത് വെക്കണം. അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം. അത് രണ്ടും എല്ലാം നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കും എന്നുള്ള പേടിയില്ല. പിന്നെ കുറച്ച് ഏലക്കായ, ജീരകം, ഒരിത്തിരി പഞ്ചസാരയും കൂട്ടി അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചുക്കും വേണമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ചുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇഞ്ചി ഉണങ്ങിയത് ചുക്കല്ലെങ്കിൽ കുഞ്ചി പറഞ്ഞത് നേരല്ല എന്ന് പറയുന്ന പോലെ ഉണങ്ങിയ ഇഞ്ചി കഷ്ണം ഉണ്ടായിരുന്നു. അതൊരു കഷ്ണം എടുത്തിട്ടു. അതും കൂടി ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം. നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ഈ പൊടിച്ച പൊടി കുറച്ച് ഒരു 1.5 ടീസ്പൂൺ അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദയാണ്. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ കൂവപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതല്ലേ കുറച്ചും കൂടി ഹെൽത്തി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂവപ്പൊടി കലക്കി അതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇളക്കി, പിന്നെ ഒരു ചെറിയൊരു നുള്ളു ഉപ്പ് ചേർക്കണം, ആ മധുരം ഒന്ന് ബാലൻസ് ആവാനായി. അങ്ങനെ അതെല്ലാം കൂടി ഇളക്കി നമ്മളത് കുറുക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറുക്കി വരുമ്പോൾ നല്ല ഒരു ഹലുവ പോലെ ഉണ്ടായിരിക്കും അവസാനം വരുമ്പോൾ. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചത്. ആവശ്യത്തിന് ഇഷ്ടം പോലെ ഓരോരുത്തർക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നെയ്യ് ചേർക്കാം. അങ്ങനെ കണ്ടോ, അതിപ്പോൾ ഇങ്ങനെ കുറുകി ഒരു അലുവ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് പിന്നെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാനും ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വീട്ടമ്മമാർക്കും ആരോഗ്യത്തിന് ഉത്തമമാണ്.